ഒരു വായ്പ എടുക്കുമ്പോൾ പ്രധാനമായും പരിശോധിക്കുന്ന ഒന്നാണ് ക്രെഡിറ്റ് സ്കോർ. ക്രെഡിറ്റ് സ്കോറിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വ്യക്തികൾക്ക് ലോൺ ലഭിക്കുക. ക്രെഡിറ്റ് കാർഡ് ലഭിക്കുന്നതിനും ഈ സ്കോറിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മികച്ച രീതിയിൽ ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ പലിശ കുറയ്ക്കാനും സഹായകരമാണ്. വലിയ ഒരു പേഴ്സണൽ ലോൺ, ക്രെഡിറ്റ് കാർഡ് എന്നിവ ഇല്ലാതെ തന്നെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഇതിനായി സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിക്കുക. FDക്ക് പകരമായി നൽകുന്നതാണ് സെക്യൂർഡ് ക്രെഡിറ്റ് കാർഡുകൾ. സാധാരണയായി ക്രെഡിറ്റ് കാർഡുകൾ പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന കാർഡുകളാണ് ഇവ. 10,000 രൂപ സ്ഥിര നിക്ഷേപം നടത്തിക്കൊണ്ടുപോലും ഇത്തരം കാർഡുകൾ നേടാൻ സാധിക്കും. ഇതിലൂടെ ക്രെഡിറ്റ് സ്കോർ വർദ്ധിപ്പിക്കാൻ സാധിക്കും. വായ്പ മാത്രമല്ല, മറ്റ് ബിൽ പേയ്മെന്റുകളും കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുകയാണെങ്കിൽ വലിയ നേട്ടമാണ് ഉണ്ടാകുക. ഇത്തരത്തിലുള്ള പേയ്മെന്റുകൾ ചെയ്യാൻ ഓട്ടോമാറ്റിക് പേയ്മെന്റുകൾ സെറ്റ് ചെയ്തു വെക്കാൻ സാധിക്കും. കൂടാതെ ചെറിയ പേഴ്സണൽ ലോണുകൾ, ഗോൾഡ് ലോൺ പോലെയുള്ള വായ്പകൾ എടുക്കുന്നതിലൂടെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താൻ സാധിക്കും. പഴയ ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യുന്നത് ക്രെഡിറ്റ് സ്കോറിനെ നെഗറ്റീവായി ബാധിക്കുന്ന ഒന്നാണ്. ക്രെഡിറ്റ് ചരിത്രത്തിന്റെ കാലദൈർഘ്യം കുറയ്ക്കാനും ഇത് കാരണമാകുന്നു. ഇതിനാൽ പഴയ ബാങ്ക് അക്കൗണ്ടുകൾ ആക്റ്റീവായി തന്നെ നിലനിർത്താൻ ശ്രമിക്കാം. കൂടാതെ ക്രെഡിറ്റ് റിപ്പോർട്ടുകളിൽ തെറ്റുകളും പിഴകളും കടന്നുകൂടാം. അതിനാൽ സ്ഥിരമായി തന്നെ ഇവ പരിശോധിക്കേണ്ടതാണ്. ക്രെഡിറ്റ് പ്രൊഫൈലിൽ തെറ്റുകൾ കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനം സന്ദർശിച്ച് വിവരം അറിയിക്കേണ്ടതാണ്. ഈ കാര്യങ്ങൾ പിന്തുടരുകയാണെങ്കിൽ വലിയ വായ്പകൾ എടുക്കാതെ തന്നെ ക്രെഡിറ്റ് സ്കോർ ഉയർത്താൻ സാധിക്കും.